അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ഇന്ന് വീണ്ടും ഒരു നീലക്കടലാകാൻ ഒരുങ്ങുകയാണ്. T20 ലോകകപ്പിലെ ആദ്യ 3 മത്സരങ്ങളും ആധികാരികമായി ജയിച്ച് സൂപ്പർ 8 ടിക്കറ്റ് നേരത്തെ തന്നെ പോക്കറ്റിലാക്കിയ ഇന്ത്യക്ക് ഇന്ന് നെതർലാൻഡ്സിനെതിരെയുള്ള പോരാട്ടം വെറുമൊരു ഗ്രൂപ്പ് മത്സരമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങൾക്കുള്ള ഫൈനൽ റിഹേഴ്സലാണ്. ബെഞ്ചിലിരിക്കുന്ന കരുത്തരെ പരീക്ഷിക്കാനും പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകാനും ഇതിലും മികച്ചൊരവസരം ടീം ഇന്ത്യക്ക് ലഭിക്കാനില്ല. കഥയിലെ ഇന്നത്തെ താരം തീർച്ചയായും മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ തന്നെയാണ്. ലോകകപ്പിന്റെ വലിയ വേദിയിൽ കിട്ടുന്ന ഓരോ പന്തും സഞ്ജുവിന് വിലപ്പെട്ടതാണ്. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ പരിക്കേറ്റ ഇഷാൻ കിഷാന് വിശ്രമം ലഭിക്കുമ്പോൾ ഓപ്പണറുടെ റോളിൽ സഞ്ജുവിന്റെ ആ ക്ലാസ് പ്രകടനം കാണാൻ ആരാധകർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. അഹമ്മദാബാദിലെ ബാറ്റിംഗ് പിച്ചിൽ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് സിക്സറുകൾ പായുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. തന്റെ സ്വന്തം ശൈലിയിൽ സഞ്ജു തകർത്താടിയാൽ അത് വരാനിരിക്കുന്ന നിർണായക മത്സരങ്ങളിൽ ടീം മാനേജ്മെന്റിന് വലിയ ആത്മവിശ്വാസം നൽകും. മറുവശത്ത് ബൗളിംഗ് നിരയിൽ ബുംറയ്ക്ക് വിശ്രമം നൽകാനുള്ള തീരുമാനം വളരെ ബുദ്ധിപരമാണ്. പകരമെത്തുന്ന അർഷ്ദീപ് സിംഗും മുഹമ്മദ് സിറാജും ഡെത്ത് ഓവറുകളിൽ എതിരാളികളെ വരിഞ്ഞുമുറുക്കാൻ കെൽപ്പുള്ളവരാണ്. ഒപ്പം ഓൾറൗണ്ടർ മികവുമായി വാഷിംഗ്ടൺ സുന്ദർ കൂടിയെത്തുന്നതോടെ ടീമിന്റെ ആഴം വർദ്ധിക്കുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് പ്രകടനവും കുൽദീപ് യാദവിന് പകരമെത്തുന്ന സ്പിൻ കരുത്തും ഇന്ത്യയുടെ പരീക്ഷണങ്ങൾക്ക് കരുത്തേകും. നെതർലാൻഡ്സിനെ നിസാരക്കാരായി കാണാൻ കഴിയില്ലെങ്കിലും ടീം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫോമിൽ വിജയം സുനിശ്ചിതമാണ്. സൂപ്പർ 8 പോരാട്ടങ്ങളിലേക്ക് നെഞ്ചുവിരിച്ച് നടന്നു കയറാൻ ഇന്ത്യക്ക് ഇന്ന് ഒരു വമ്പൻ ജയം അത്യാവശ്യമാണ്. ഗ്യാലറിയിലെ ആരവങ്ങൾക്കിടയിൽ സഞ്ജുവിന്റെ വെടിക്കെട്ട് കൂടി ഉണ്ടായാൽ ഇന്നത്തെ രാത്രി ആരാധകർക്ക് ഒരു ഉത്സവമായി മാറും. വെറുമൊരു വിജയത്തിനപ്പുറം ടീമിലെ ഓരോ താരത്തിന്റെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ മത്സരത്തിനുണ്ട്. കരുത്തുറ്റ ഒരു ബെഞ്ച് സ്ട്രെങ്ത് ലോകകപ്പ് കിരീടത്തിലേക്കുള്ള ഇന്ത്യയുടെ ദൂരം കുറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനയും ആരവവും കൂട്ടിനുണ്ടെങ്കിൽ ഈ ലോകകപ്പ് ഇന്ത്യയുടെ മണ്ണിലേക്ക് തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ സംശയവുമില്ല.